കേരളത്തിൽ ഒരു വികസനവും നടക്കാൻ പാടില്ല എന്നാണ് UDFന്റെ ഒരേ ഒരു രാഷ്ട്രീയം. വേറെ ഒരു രാഷ്ട്രീയവും അവർക്കില്ല. ഉള്ള രാഷ്ട്രീയം പിന്നെ രാഹുൽ മാക്കൂട്ടത്തിന്റെ രാഷ്ട്രീയം. അതിൻ്റെ അപ്പുറമൊന്നും ഞാൻ പറയുന്നില്ല. ഓരോ ദിവസവും ഓരോ വാർത്ത വന്നുകൊണ്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? രാഹുൽ മാക്കൂട്ടത്തിന്റെ ചില കോൺഗ്രസ് നേതാക്കന്മാർ പറഞ്ഞത് അത് AI സംവിധാനത്തിന്റെ ഭാഗമായിട്ട് ഉണ്ടാക്കിയതാണെന്ന്. AI എന്ന് പറഞ്ഞാൽ മനസ്സിലായ എന്താ? ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ഭാഗമായിട്ടാണ് ഇത് ഉണ്ടാക്കിയത് എന്ന്. അവരെ നേരിട്ട് കണ്ട് സംസാരിച്ച പത്രപ്രവർത്തക ഈ ലോകത്തോട് വിളിച്ചു പറഞ്ഞു അവർ വലിയ പ്രയാസത്തിലാണ്, ഉറക്കില്ലാതെ ജീവിക്കുകയാണ് എന്ന് പറഞ്ഞാൽ പ്രസവം അലസിച്ച ആ പാവപ്പെട്ട യുവതി ഇപ്പോഴും ജീവിതത്തിന്റെ ഭാഗമായിട്ട് തിരിച്ചു വരാൻ കഴിയാതെ പ്രയാസപ്പെടുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തയിൽ വന്നത്. ഇന്ന് പ്രസവം ഒഴിവാക്കാൻ വേണ്ടി അബോർഷൻ നടത്തണമെന്ന് പറഞ്ഞത് നേരത്തെ കേട്ടത്. ഇപ്പം നോക്കുമ്പോൾ 1 അല്ല 2 ഉണ്ട്. ഇനിയിപ്പോൾ 2 അല്ല, അതിൻ്റെ അപ്പുറം വരും. നമ്മളൊരു കാര്യം പറഞ്ഞു, ഇതെല്ലാം മഞ്ഞുമലയുടെ മുകളിലേ അറ്റം മാത്രമാണ്. ഉള്ളിലോട്ട് കടന്നു പോകുമ്പോൾ ഇനി എത്രയാണ് വരിക എന്നുള്ളത് നമുക്ക് ആർക്കും പറയാൻ സാധിക്കില്ല. പിന്നെ ന്യായീകരിക്കുന്ന ചില ആളുകൾ വന്നു. ഇപ്പോഴും UDFന്റെ ചെയർമാൻ, ഞാൻ വേറെ ഒന്നും പറയുന്നില്ല, ഇതുപോലുള്ള ഒരു യോഗത്തിൽ അഭിമാനത്തോടെ പറയാൻ പറ്റുന്ന കാര്യങ്ങൾ വിശദീകരിക്കുന്ന നല്ലത്. ജീർണമായ ഇത്തരം കാര്യങ്ങൾ പറയാതിരിക്കുന്നതാണ് ഭംഗി. പക്ഷെ ഇന്നത്തെ വർത്തമാന കാലഘട്ടത്തിലെ ഏറ്റവും ശ്രദ്ധേയമായ പ്രശ്നമെന്ന രീതിയിൽ ഈ ജീർണത പൊന്തി വന്നിരിക്കുന്നു. അത് ജനങ്ങളുടെ മനസ്സിൽ വന്നിട്ടുണ്ട്. AI സംവിധാനത്തിന്റെ ഭാഗമായിട്ടൊന്നുമല്ല. ഇന്നല്ലെങ്കിൽ നാളെ അതെല്ലാം പൂർണ്ണമായി പുറത്തു വരും. രാഹുൽ മാക്കൂട്ടം പോലെയുള്ള ക്രിമിനൽ സംവിധാനത്തിന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാൾക്ക് MLA ആയി തുടരാൻ അവകാശമില്ല എന്ന് കേരളീയ സമൂഹമാകെ ഒറ്റക്കെട്ടായി പറയുന്ന കാര്യമാണെന്ന് നമ്മൾ കാണണം. പിന്നെ താരതമ്യം ചെയ്യാനൊക്കെ ശ്രമം നടത്തിക്കൊണ്ടായിരിക്കും. ഞാനിപ്പോൾ കടക്കുന്നില്ല. കേരളത്തിന്റെ സാമൂഹിക ജീവിതത്തെ നമുക്ക് മുന്നോട്ടേക്ക് നയിക്കാനാവണമെങ്കിൽ ഇവിടെ വർഗീയതയാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഗൗരവതരമായ ഒരു പ്രശ്നം. വർഗീയത കേരളത്തിൽ, ഇന്ത്യയിൽ തീവ്ര വലതുപക്ഷം എന്ന് പറയുന്ന ട്രംപിന്റെ വേറൊരു പതിപ്പാണ്. തീവ്ര വലതുപക്ഷ ശക്തികൾക്ക് ലോകത്തിന്റെ മുമ്പിൽ നല്ല മുൻകൈ കിട്ടിയ കാലമായത്. ആഗോളവൽക്കരണത്തിന്റെ സാമ്പത്തിക നിലപാടെല്ലാം അമേരിക്കക്ക് പറ്റില്ല എന്ന് കണ്ടപ്പോ അമേരിക്ക വലിച്ചെറിഞ്ഞ കാലം. അങ്ങനെയാണ് നരേന്ദ്രമോദി ചൈനയിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെയാണ് റഷ്യയിലേക്ക് പോകേണ്ടി വന്നത്. അങ്ങനെയാണ് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളായിട്ടും സോഷ്യലിസ്റ്റ് രാജ്യങ്ങളുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് മുന്നോട്ടേക്ക് പോകാൻ അവർ തീരുമാനിച്ചത്. സോഷ്യലിസ്റ്റ് സമ്പദ് വ്യവസ്ഥയിൽ നിന്ന് മാറിയ രാഷ്ട്രമാണെങ്കിലും സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള വൈരുദ്ധ്യത്തിന്റെ ഭാഗമായി ഒരു ഭാഗത്ത് നിൽക്കുകയാണ് റഷ്യ. മുതലാളിത്തം തന്നെയാണ്. ഇവിടെ നമ്മുടെ ഇരട്ട ചുങ്കത്തിന്റെ ഭാഗമായിട്ട് 50% നികുതിയാണ്. 50%. ഇന്ത്യയെ തകർത്തേ അടങ്ങൂ എന്ന് പരസ്യമായിട്ട് പറയുന്ന നിലയിലേക്കാണ് ഇന്നലത്തോടുകൂടി ട്രംപ് എത്തിയത്. അപ്പോൾ സ്വാഭാവികമായിട്ടൊരു ബദൽ കണ്ടെത്താൻ ഇന്ത്യ ഗവൺമെന്റിന്റെ വക്താവെന്ന രീതിയിൽ ഇന്ത്യൻ പ്രധാനമന്ത്രി ഷിയെ കാണുന്നു, ചൈനയിൽ പോയിട്ട് പുടിനെ കാണുന്നു, അവിടെ പോയിട്ടും വേറെ പല ഭാഗത്തു നിന്നും റഷ്യയിൽ. ഇങ്ങനെ ഒരു സ്ഥിതി, പിന്തിരിപ്പൻ സാമ്പത്തിക ശക്തി, ലോകത്ത് തീവ്ര വലതുപക്ഷം നല്ല രീതിയിൽ മുൻകൈ നേടിയിട്ടുള്ളൊരു കാലമാണിത് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അതിൻ്റെ ഒപ്പമാണ് നരേന്ദ്രമോദിയും ഉള്ളത്. ആ നരേന്ദ്രമോദിക്ക് നിൽക്കക്കള്ളിയില്ലാതിരിക്കുമ്പോഴാണ് ചൈനയിലേക്ക് പോകാൻ തീരുമാനിച്ചത്. ഞങ്ങളതിന് അനുകൂലമാണ്. അയൽ രാജ്യങ്ങളെല്ലാമായിട്ട് നല്ല ബന്ധം ഉണ്ടാക്കുന്നത് പണ്ടേ പറഞ്ഞതാണ്, വേണം. അതിന് പലപ്പോഴും ഇലങ്ങായി നിൽക്കുന്നത് ഭരണം നടത്തിക്കൊണ്ടിരിക്കുന്ന ഭരണവർഗ പാർട്ടികളാണ്. അപ്പൊ ഇവിടെ വേണം തന്നെയാണ് നമ്മുടെ അഭിപ്രായം. ഇവിടെ പിന്തിരിപ്പൻ എന്ന് പറയുമ്പോൾ സാമ്രാജ്യത്വ സാമ്പത്തിക നിലപാട് മാത്രമല്ല, ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കുക, ഹിന്ദുത്വ അജണ്ട. ആ ഹിന്ദുത്വ രാജ്യം സ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള പുറപ്പാടിലാണ് നരേന്ദ്രമോദിയും BJPയും ഉള്ളത്. എല്ലാ മതനിരപേക്ഷ ഉള്ളടക്കത്തെയും ജനാധിപത്യ ഉള്ളടക്കത്തെയും പാർലമെന്ററി വ്യവസ്ഥ ഉൾപ്പെടെ പാർലമെന്ററി വ്യവസ്ഥയുടെ ഭാഗമായിട്ടുള്ള സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ അവകാശമുള്ള സുപ്രീം കോടതിയായാലും ഇലക്ഷൻ കമ്മീഷനായാലും ED ആയാലും CBI ആയാലും IT ആയാലും നിരവധി സംവിധാനങ്ങളുണ്ട്. ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്നാണ് അതിനെ പറയുക.
അതെല്ലാം ഇപ്പോഴും നിയന്ത്രിക്കുന്നത് മുഴുവൻ RSS ആണ്, അർദ്ധ സൈനിക വിഭാഗം. അവരാണ് ഈ കാര്യങ്ങൾ മുഴുവൻ നിർവഹിക്കുന്നത്. അവർ ദൈവത്തെ ഉപയോഗിച്ചുകൊണ്ടാണ്, വിശ്വാസത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് കാര്യങ്ങൾ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുന്നത്. ഈ വർഗീയ നിലപാടിനെ പ്രതിരോധിക്കാനുള്ള ആശയതലം കൈകാര്യം ചെയ്യാൻ നമുക്ക് പ്രത്യേകിച്ച് കേരളത്തിൽ സാധിക്കണം. ഇപ്പോഴും കുറച്ച് ദിവസമായിട്ട് വലിയ ചർച്ചയാണ്. എന്താ ചർച്ച? പത്രങ്ങളെല്ലാം കാണുന്നില്ലേ, TV യിലൊക്കെ കാണുന്നില്ലേ? എന്താ ചർച്ച? ലോക ബൈക്കപ്പുറ ചർച്ചയുണ്ടെങ്കിൽ നിങ്ങൾ അറിയണ്ടേ, എന്നാലല്ലേ ചർച്ച ശരിയാവും. ഈ അരുണെല്ലാം പോയിട്ട് ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്താ പറ? ലോക പറഞ്ഞില്ല, ഞാൻ പ്രസംഗിക്കുന്ന പ്രശ്നമില്ല. പിന്നെ എന്തിനാ എനിക്കെന്താ ഭ്രാന്തുണ്ടാ പ്രസംഗിക്കാൻ? അയ്യപ്പ സംഗമം, ലോക അയ്യപ്പ സംഗമം. ലോകത്തിന്റെ വിവിധ മേഖലയിൽ നിന്ന് അയ്യപ്പനെ കാണുന്നതിന് വേണ്ടിയിട്ട്, അതുപോലെ തന്നെ അയ്യപ്പ ദർശനത്തിന്റെ ഭാഗമായിട്ട് ഇവർ വരുന്നുണ്ട്, ആളുകൾ വരുന്നുണ്ട് ലോകത്തിന്റെ പല ഭാഗത്തും. അപ്പോൾ പലരും പറഞ്ഞു നമുക്കൊരു ലോക സംഗമം നടത്തണം. ദേവസ്വം ബോർഡാണ് പറയുന്നത്. ദേവസ്വം ബോർഡ് തീരുമാനിച്ചു. ദേവസ്വം ബോർഡ് തീരുമാനിച്ചപ്പോൾ ഗവൺമെന്റ് അതിന് പിന്തുണ നൽകി. വിശ്വാസികളുടെ ഒരു സമ്മേളനം ചേരുന്നതിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ഉൾപ്പെടെയുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അതിനെ എതിർക്കേണ്ട യാതൊരു കാര്യമില്ല. ഞങ്ങൾ പറഞ്ഞു നടത്താൻ അനുവാദം കൊടുത്തിട്ടുണ്ട്, അവർ നടത്തിക്കോട്ടെ. അപ്പോൾ RS പറഞ്ഞു അത് നടത്താൻ പറ്റില്ല, കാരണം ഇതെല്ലാം ഇവന്റെ കുത്തകയാണെന്നാണ് വിചാരം. നിങ്ങളൊരു കാര്യം മനസ്സിലായിക്കോ, വിശ്വാസികളാരും വർഗീയവാദികളല്ല. പഠിച്ചു വെക്കേണ്ട ഒരു പോയിന്റാണ്. എന്തല്ല, ഇവിടെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആളെ എനിക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പാർട്ടി സമ്മേളനം തന്നെയാണ്. പക്ഷെ ഇരിക്കുന്ന മഹാഭൂരിപക്ഷം ആരാ? വിശ്വാസിയാണോ അവിശ്വാസിയാണോ? പറയാൻ ധൈര്യമില്ല. ഒന്നുകിൽ വിശ്വാസിയാണ് പറഞ്ഞ, അല്ലെങ്കിൽ വിശ്വാസം ഇല്ല പറയണം. നിങ്ങൾക്ക് വിശ്വാസം ഉണ്ടോ ഇല്ലയോ? ഇല്ലേ? മെല്ലെ പറയുന്നുണ്ട്. എന്തോ അങ്ങനെ പറയണമെന്നാണ് പറയാനെന്നാണ്. വിശ്വാസം ഉള്ളവർക്ക് വിശ്വാസം ഉണ്ടായിക്കോട്ടെ, വിശ്വാസം ഇല്ലാത്തവർക്ക് വിശ്വാസം ഇല്ലാതെ ഇരുന്നോട്ടെ, യാതൊരു കുഴപ്പമില്ല. എന്നാൽ ഇന്ത്യൻ സമൂഹത്തിൽ ഞാൻ നേരത്തെ പറഞ്ഞ ജനാധിപത്യ വിപ്ലവം നടന്നില്ല എന്നുള്ളത് കൊണ്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം, ജീർണമായ ഫ്യൂഡൽ വ്യവസ്ഥയിലെ ആശയങ്ങൾക്ക് നല്ല മുൻകൈ ഇന്ത്യൻ സമൂഹത്തിൽ ഇപ്പോഴുമുണ്ട്. ആ ജീർണതയിൽ നിന്നാണ് നേരത്തെ പറഞ്ഞ ഭരണഘടന എങ്ങനെയാക്കണം, ആ ജീർണതയിൽ നിന്നാണ് ആ മുദ്രാവാക്യം വന്നത്. എങ്ങനെയാക്കണം? ചാതുർവർണ്ണ വ്യവസ്ഥയിൽ അധിഷ്ഠിതമായ മനു സിദ്ധാന്തത്തിന്റെ ഭാഗമായിട്ട് വേണം എന്ന്. അത് ഇതിന്റെ കാര്യമാണ്. അങ്ങനെയുള്ള ഒരു ഇന്ത്യ, ഈ ഇന്ത്യയിൽ നമ്മൾ കാണേണ്ടുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഒരു ഭാഗം വലിയ വർഗീയ ശക്തികൾ, RSS ഉൾപ്പെടെയുള്ള സംഘപരിവാർ വിഭാഗം വർഗീയമായിട്ട് ജനങ്ങളെ ചേരിതിരിക്കാൻ ശ്രമിക്കുകയാണ്. നേരത്തെ പറഞ്ഞ ഒരു കാര്യം ഞാൻ പറഞ്ഞല്ലോ. എന്താ പറഞ്ഞത്? വിശ്വാസികൾ ആരല്ല, മറന്നുപോകാൻ പാടില്ല, വർഗീയവാദികളല്ല. ഇനി ഒപ്പം തന്നെ പഠിച്ചോ, വർഗീയവാദികൾക്ക് എന്തില്ല? ബാക്കി പറ. വിശ്വാസമില്ല. വർഗീയവാദികൾക്ക് വിശ്വാസമില്ല. വർഗീയവാദികൾ വിശ്വാസം ഒരു ഉപകരണമായിട്ട് ഉപയോഗിച്ച് രാഷ്ട്രീയാധികാരത്തിലേക്ക് പ്രവേശിക്കാനുള്ള പ്രക്രിയയുടെ ഭാഗമായി നിൽക്കുന്നവരാണ്. അവരെയാണ് വർഗീയവാദികൾ എന്ന് പറയാം. അത് ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനിയായാലും ഏതായാലും അവരാണ് വർഗീയവാദികൾ. അവർ വിശ്വാസികളല്ല. അവർ വിശ്വാസം ഉപജീവനത്തിന്റെ ഭാഗമായിട്ട് ഉപയോഗിക്കുന്നവരാണ്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? കമ്മ്യൂണിസ്റ്റുകാർ ഉൾപ്പെടെയുള്ളവർ എന്ത് ചെയ്യണം? വർഗീയവാദത്തെ എതിർക്കുന്നവരെന്ത് ചെയ്യണം? അതും കൂടി പഠിച്ചു വെച്ചോളണം. എന്തു വേണം? വർഗീയതയെ എതിർക്കുന്ന വിശ്വാസികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ മനുഷ്യരെയും ഒപ്പം ചേർത്ത് വർഗീയതക്കെതിരായ പോരാട്ടം സംഘടിപ്പിക്കണം. ഈ പോരാട്ടത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രബലമായ വിഭാഗം ആരാ? കമ്മ്യൂണിസ്റ്റുകാരും കുറച്ച് യുക്തിവാദികളാ? ആണോ? ആരായാലും ഏറ്റവും പ്രധാനപ്പെട്ട വിഭാഗം വിശ്വാസികളാണ്. അങ്ങനെയുള്ള വിശ്വാസി സമൂഹത്തെ മുഖവിലക്കെടുക്കാതെ വർഗീയതയെ പ്രതിരോധിക്കാനാവില്ല എന്ന അനുഭവ പാഠത്തിൽ നിന്നാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ, മാർക്സിസ്റ്റ് ശരിയായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ പറയുന്ന മഹാസംഗമത്തെ സംബന്ധിച്ച് പറഞ്ഞു, ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. ഞങ്ങൾ വിശ്വാസികൾക്കൊപ്പമാണ്. വിശ്വാസികൾക്ക് അവിടെ
സാർവദേശീയ തലത്തിലൊരു അയ്യപ്പ സംഗമം നടത്താൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒപ്പമാണ് ഞങ്ങൾക്കതിനെ എതിർക്കേണ്ട കാര്യമില്ല. അപ്പോൾ കോൺഗ്രസ്സുകാർ ഒരു ഭാഗത്ത്, വിശ്വ ഹിന്ദു പരിഷത്ത് വേറൊരു ഭാഗത്ത്, BJP-ക്കാർ വേറൊരു ഭാഗത്ത്, അവരുടെ തർക്കം, അതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നങ്ങൾ. ഞങ്ങൾക്കൊരു തർക്കമില്ല, ഞങ്ങൾക്കൊരു പ്രശ്നമില്ല. വിശ്വാസികൾക്ക് വിശ്വാസികൾ എന്ന രീതിയിലും അവിശ്വാസികൾക്ക് അവിശ്വാസികൾ എന്ന രീതിയിലും മതനിരപേക്ഷ ഉള്ളടക്കത്തോടുകൂടി ജീവിക്കാൻ സാധിക്കുന്ന ഒരു ഭരണഘടനയെയും അതിനടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള രാജ്യവുമാണ് ഇന്ത്യ എന്ന് കണ്ട് ശരിയായ നിലപാട് സ്വീകരിച്ച് മുന്നോട്ടേക്ക് പോകാൻ നമുക്ക് കമ്മ്യൂണിസ്റ്റുകാർക്ക് തീർച്ചയായും സാധിക്കേണ്ടതുണ്ട്.